പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ അതിൽ പ്രശ്നപരിഹാരം വൈകും എന്നുള്ള സൂചനയാണ് വരുന്നത്. സ്കൂളിലെ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്ന് സമ്മതപത്രം നൽകണമെന്നാണ് മാനേജ്മെന്റ് നിലപാടെടുത്തിരിക്കുന്നത്. കുട്ടി ഇന്നും സ്കൂളിൽ വന്നേക്കില്ല. പ്രദീപ് ജോസഫാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. എന്ത് തന്നെയായാലും കൂടുതൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ചർച്ചകളിലേക്കൊക്കെ പോകാതെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇതിനുണ്ടാകണം. അതാണ് നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഒരു സമ്മതപത്രം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഉടൻ തന്നെ ഓരോ ചർച്ചകളിലേക്ക് കടക്കുമോ? എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ യൂണിഫോം വിഷയത്തിൽ ഇനിയും ശാശ്വതമായ ഒരു പ്രശ്ന പരിഹാരം ആയിട്ടില്ല. അതേസമയം ഈ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ കുട്ടി എത്തിയിരുന്നില്ല. ഇന്നലെ സ്കൂൾ അധികൃതർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊരു സർക്കുലർ കിട്ടിയിരുന്നു. കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പഠനം തുടരാനാണ് ഇഷ്ടമെങ്കിൽ അത് അനുവദിക്കണം, യാതൊരു കാരണവശാലും വിദ്യാഭ്യാസം നിഷേധിക്കരുത് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ആ കുട്ടി ഇപ്പോഴും സ്കൂളിലെ അറ്റൻഡൻസ് രജിസ്റ്റർഡ് ഉണ്ട്. മാത്രമല്ല, സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയത് എന്ന് സ്കൂൾ അധികൃതർ ഇതിന് മറുപടി നൽകുകയും ചെയ്തു. അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ നിയമപരമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ഈ ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. നിലവിൽ യൂണിഫോം വിഷയം സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ കൂടി കാര്യങ്ങൾ അറിയിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ന് കുട്ടി സ്കൂളിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം സ്കൂളിന്റെ യൂണിഫോം ചട്ടങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് സമ്മതപത്രം നൽകി എങ്കിൽ മാത്രമേ തുടർ പഠനം സാധ്യമാകൂ എന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു സ്കൂൾ അധികൃതർ എടുത്തിരിക്കുന്ന നിലപാട് എന്ത് തന്നെ ആയാലും ഇപ്പോൾ സമവായമായിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അധികം വലിച്ചു നീട്ടിക്കൊണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് പൊതുസമൂഹം എടുക്കുന്ന ഭൂരിഭാഗം പേരും എടുക്കുന്ന നിലപാട്.